കുവൈറ്റിലേക്ക് 10 മിസൈലും 30 ഡ്രോണുകളുമാണ് ഇറാൻ അയച്ചിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വളരെ ശക്തിയായിട്ടുള്ള ആക്രമണമാണ്. ഇറാൻ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാണ് അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയത്. അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് കുവൈറ്റിന് നേരെ ഇത്ര വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതിൽ നിന്നുള്ള സൂചന. അത് പ്രശ്നമാവില്ലേ? വലിയ പ്രശ്നമാവില്ലേ? ഇത് എന്തിനാണ് കുവൈറ്റിനെ ആക്രമിച്ചത് ഇറാൻ എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. കാരണം ഇതിനു മുമ്പ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. അതിൻ്റെ അനന്തരഫലം നമ്മൾ കണ്ടു. അമേരിക്ക ഇറാനിയൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ പിടിച്ച് വിചാരണ ചെയ്യിപ്പിച്ച് തൂക്കിക്കൊന്നു. അതേപോലെ ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളതെന്ന് അറിയില്ല. കാരണം കുവൈറ്റും അമേരിക്കയായിട്ട് നല്ല ബന്ധമുള്ളത്. അതിനിടയ്ക്ക് ഇപ്പോൾ ഇറാൻ കുവൈറ്റിനെ കയറിയിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവും ഇല്ലാത്ത, ഒരു പ്രകോപനപരമായ ഒന്നുമില്ലാത്ത ഒരു ആക്രമണമാണിത്. കാരണം ഈ ഇന്ന് രാവിലെ പറഞ്ഞത് ബന്ദർ അബ്ബാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ പോർട്ടാണ് ഈ ഇറാനിലെ. ഈ പോർട്ടിൽ കണ്ടമാനം സ്ഫോടന ശബ്ദങ്ങളും അതേപോലെ ഈ മിസൈൽ ഇതെല്ലാം കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറാൻ ഈ കുവൈറ്റിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയെന്നാണ്. അത് എങ്ങനെ പരിഹരിക്കുക, എന്തായാലും പെട്ടെന്നുള്ള കാര്യം എന്നുള്ള അന്വേഷിക്കുമ്പോഴാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ പുതിയ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ഈ ഇറാനുണ്ടല്ലോ, അമേരിക്ക തന്നെ പറ്റിക്കുകയായിരുന്നു. ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇറാൻ്റെ ബേസിക് ആയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് കാണിക്കുന്നത്. വി വിൽ മേക്ക് ന്യൂക്ലിയർ ബോംബ്സ്, ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അത് കൂടാതെ ഞങ്ങൾ ഈ ഡ്രോൺസും മിസൈൽസും ഒക്കെ ഉണ്ടാക്കും. അതിൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ അവർ പറയാണ്, ഈ അമേരിക്കയുടെ അമേരിക്ക പറയുന്നു ഞങ്ങൾ ഇനി നിങ്ങളായിട്ട് ചർച്ചയ്ക്കില്ല, ഈ ഡീലില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും വിഷമല്ല, ഞങ്ങൾ ആ ഡീല് വേണ്ടാന്നേ വയ്ക്കുള്ളൂ. പക്ഷേ അമേരിക്ക പറയുന്ന പോലെ ഒരു ഹൈ ഹാൻഡഡ് മാനറിൽ, അല്ലെങ്കിൽ അവരുപയോഗിച്ചിട്ടില്ല, പക്ഷേ അമേരിക്കനെ പറ്റി പണ്ടേ പറഞ്ഞാണല്ലോ അന്താരാഷ്ട്ര പോലീസുകാരൻ, അവർ പറയുന്ന പോലെ ഒന്നും ഇവിടെ സംഗതി നടക്കില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നാണ് ഇറാൻ്റെ ഒരു സൈനിക ഔദ്യോഗിക വക്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ച് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. സർ, പക്ഷേ ഇതിനകത്ത് ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുവൈറ്റിന് നേരെ ഇങ്ങനൊരു ആക്രമണം നടത്തിയാൽ അമേരിക്ക സ്വാഭാവികമായിട്ടും വലിയ ശക്തമായിട്ട് തിരിച്ചടിക്കും. കാരണം കുവൈറ്റിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക ട്രൂപ്പുകളാണുള്ളത്. അതായത് സ്പെഷ്യൽ ഫോഴ്സുകൾ അടക്കമുള്ളവ അവിടെ ഉണ്ട്. അവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുക. കുവൈറ്റ് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കുവൈറ്റ് പറയുന്നത് മിസൈലുകളൊക്കെ ഞങ്ങൾ തകർത്തുവെന്ന്. പക്ഷേ അവിടെ നിന്നുള്ള ചില ലോക്കൽ റിപ്പോർട്ടുകൾ പറയുന്നതും അന്താരാഷ്ട്ര ഈ പറയുന്ന ചില എക്സ് ഹാൻഡിലുകൾ പറയുന്നതും അങ്ങനെയല്ല, കുവൈറ്റിനകത്ത് മാരകമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തിയെന്നാണ്. അതാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അമേരിക്ക വലിയ രീതിയിൽ തിരിച്ചടിക്കും. ഇസ്രായേൽ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ പതനം തന്നെ കാണണം, ഇല്ലാതെ ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള സമാധാന ചർച്ചകളെല്ലാം വെള്ളത്തിൽ വരച്ച വരയാവുകയും വലിയ യുദ്ധം കാത്തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹോർമൂസിൽ ഈ പറഞ്ഞ ഒമാനെ അടക്കം വെല്ലുവിളിച്ചിരിക്കുകയല്ലേ അമേരിക്ക. എല്ലാം കൂടെ വലിയ പ്രശ്നത്തിലേക്ക് മാറില്ലേ? ഇപ്പോൾ എബ്രഹാം അക്കോർഡിൽ ഒപ്പിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പല ഇസ്ലാമിക് രാജ്യങ്ങളുടെ അടുത്ത്. പാകിസ്ഥാൻ പറ്റില്ല. പാകിസ്ഥാൻ പറ്റില്ല. പിന്നെ വേറെ 1-2 ഇസ്ലാമിക് രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്ക തിരിച്ചടിക്കും. അമേരിക്ക തിരിച്ചടിക്കുമ്പോൾ അത് ഈ വിക്ടിംസിന് വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ എന്താ ഉണ്ടാവാൻ പോണെന്നുള്ളത്. പക്ഷേ ഇത് വീണ്ടും നമ്മുടെ പ്രശ്നങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏഷ്യൻ രാജ്യങ്ങളടക്കമുള്ളവർക്ക് പെട്രോളും ഈ പറയുന്ന ഇന്ധനവും ഒക്കെ കിട്ടുന്നതിന് ഇത് ഗുരുതരമായിട്ട് ബാധിക്കാനിടയുണ്ടല്ലേ? പ്രിയൻ, ഈ ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരു വൻ പ്രതിസന്ധിയിലാണ്.
ഇതിനകത്ത് അധികം സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്തൊരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതെ. അവര് ഈ പറയണത് ഈ നരേന്ദ്രമോദി പല രാജ്യങ്ങളിലും മനുഷ്യൻ കേട്ടുകേൾവിയില്ലാത്ത രാജ്യങ്ങളിൽ വരെ പോയി അഗ്രിമെന്റ് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ സൗഹൃദ വലയത്തിലാക്കിയിട്ടുണ്ട്. അവരൊന്നും നരേന്ദ്രമോദിക്ക് എതിരായിട്ടൊന്നും ചെയ്യില്ല. അദ്ദേഹം പറയണ പോലെ അവർ കേൾക്കുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പിന്നെ യുദ്ധം ഇപ്പൊ ഈ അമേരിക്ക ഇറാനിൽ ഇടപെട്ടിരിക്കുന്ന അതിനെ തുടർന്നൊരു യുദ്ധം ഉണ്ടാവുന്ന ഒരു വൻ യുദ്ധമായിട്ട് മാറുന്നൊന്നും നമുക്ക് കരുതാൻ പറ്റൂല. കാരണം പറയണത് ട്രംപാണ്. ട്രംപ് ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറയണ മുഴുവനും. അതെ. രാവിലെ പറയും ഞങ്ങൾ അവരുമായിട്ട് യുദ്ധത്തിലാന്ന് പറയും, ഉച്ചയ്ക്ക് പറയേ അല്ല ഞങ്ങൾ സമാധാനം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഡീലിൽ ഒപ്പിടുന്ന കാര്യം സംശയമാണ്. ഹോർമസ് സ്ട്രെയിറ്റ് ഒരു കാര്യത്തിലും ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞേക്കുന്നത്. ഹോർമസ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഇൻ്റർനാഷണൽ സീ റൂട്ടാണ്, ഇൻ്റർനാഷണൽ മാരിടൈം ലൈനാണ്. അതുവഴി കടന്നു പോകാനായിട്ട് എല്ലാ ലോകരാജ്യങ്ങൾക്കും അവകാശമുണ്ട്. അപ്പോൾ അതിനെ ഇറാൻ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പട്ടാളക്കാരെ അമേരിക്ക നിന്ന് ഇറാനിലേക്ക് ഡിപ്ലോയ് ചെയ്യും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത്. പ്രിയൻ, ഈ യുദ്ധം ഒരു ഗൗരവമുള്ള കാര്യം മാത്രമല്ല, അതിനിടയ്ക്ക് കുറച്ച് ഹാസ്യവും നർമ്മവും ഒക്കെ ചേർത്ത് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിയൻ അറിയാലോ, ഈ മാസം 15-ന് ഒറ്റയാണ് 20-ാം തീയതി ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങിയാണ്. അതിന് മുമ്പ് തുടങ്ങുന്നുള്ളൂ. അമേരിക്കയിലാണ് മെക്സിക്കോയിലായിട്ടാണ് ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങുന്നത്. അപ്പോൾ തമാശ എന്താ വെച്ചാൽ ഇതിൻ്റെ ഫിക്സർ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഇറാൻ 3 ഗ്രൂപ്പ് മത്സരങ്ങൾ കളിക്കാനുണ്ട്. 2 ലോസ് ഏഞ്ചലസിലും 1 സിയാറ്റിലും. അതായത് 3 മത്സരങ്ങൾ അമേരിക്കയിലാണ് കളിക്കേണ്ടത് ഇറാൻ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇറാൻ ഇവിടെ കളിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് അവരെ എൻ്റർടൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഫിഫയുടെ നിയമപ്രകാരം ഇറാന് അമേരിക്കയിൽ കളിച്ചേ പറ്റുള്ളൂ. യുദ്ധം ഒക്കെ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഫൈനലൈസ് സെറ്റിൽ ചെയ്താൽ മതി. ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഫിഫ ഫുട്ബോൾ ടൂർണമെൻറ്റ് ലോകകപ്പ് 4 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ്. അത് നടക്കണം. അതിന് തടസ്സം ഉണ്ടാവുന്ന പണിയിലൊന്നും നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അവസാനം അമേരിക്ക ഒരു കണ്ടീഷനിലാണ് സമ്മതിച്ചതാണ്. ഇറാന് അമേരിക്കയിൽ വന്നിട്ട് ഫുട്ബോൾ കളിക്കാം, അപ്പം തന്നെ തിരിച്ചു പോക്കോളണം, ഇവിടെ നിൽക്കാൻ പാടില്ല. അതൊരു വലിയ എംബാരസിങ് സിറ്റുവേഷനായി. ദെൻ ഫിഫക്കാർ, അതായത് ലോക ഫുട്ബോൾ സംഘടനയുടെ അസോസിയേഷൻ, അവർ മെക്സിക്കോ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചു. ഒരു വനിതയാണ് തോന്നുന്നു മെക്സിക്കൻ പ്രസിഡൻറ്റ്. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇറാൻ ഒരു കാര്യം ചെയ്തോട്ടെ, അവർ മത്സരം കളിക്കുന്നത് അമേരിക്കയിൽ കളിച്ചോട്ടെ, പക്ഷേ അവർക്ക് താമസിക്കാനായിട്ട് ഞങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തോളാം, മെക്സിക്കോയിലൊന്നും താമസിക്കാമെന്ന്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ മെക്സിക്കോയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി ഇറാൻ ലോസ് ആഞ്ചലസിലും സിയാറ്റിലും പോവും. അവിടെ മത്സരം കളിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി തിരിച്ച് മെക്സിക്കോയിൽ തന്നെ പോകും. കിടന്നുറങ്ങാനായിട്ട് മെക്സിക്കോയിലേക്ക് പോകണം. ഈ 90 മിനിറ്റ് കളിക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്കയിലേക്ക് ഇറാൻ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, കോമഡി കൂടി ഇതിനകത്തുണ്ട്. ഏതായാലും യുദ്ധം അധികം പ്രശ്നം ഉണ്ടാവാതില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇല്ല, ഇത് പ്രശ്നം ഇരു കൂട്ടരും ആത്മസംയമനം പാലിക്കാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ യുദ്ധം അവസാനിക്കില്ല. മറ്റേ ന്യൂക്ലിയർ ബോംബിന്റെ പ്രശ്നത്തിൽ അമേരിക്ക ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അവർ പറയണ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടോ അത് പുറത്ത് കൊണ്ടുവരണം, പുറത്ത് കൊണ്ടുവന്നിട്ട് IAEAക്കോ ഐക്യരാഷ്ട്രസഭയ്ക്കോ കൈമാറണം എന്നാണ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇറാൻ ചെയ്യുന്നു തോന്നണില്ല. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അവരുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ബോംബുണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ പരമാധികാരത്തിൻ്റെ തെളിവാണ്, ഞങ്ങൾ ബോംബ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യുദ്ധം പൊടിപൊടിക്കാനാണ് സാധ്യത, അടുത്തൊന്നും യുദ്ധം തീരില്ല. എണ്ണവില ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും ലോകത്ത് മുഴുവനും. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ 4 വർഷമായിട്ട് പെട്രോളിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നത് കാരണം വേറെ മാർഗ്ഗമല്ല, പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. അത് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്.